പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 25-ാം തീയതി. കന്യകാമറിയം ജപമാല രാജ്ഞി. ലോകരക്ഷകനായ യേശു കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയും നമ്മോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന മധ്യസ്ഥയുമാണ് മറിയം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിക്കുന്നു. മാതാവിനോടുള്ള വിവിധ ഭക്തികളിൽ മുഖ്യമായത് ജപമാല ഭക്തിയാണ്. 12-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ രൂപം കൊണ്ട ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെ പോരാടുവാൻ വിശുദ്ധ ഡൊമിനിക്കിനെ മാതാവ് നിയോഗിച്ചു. 1208 പ്രോവിൽ എന്ന സ്ഥലത്തെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദേവാലയത്തിൽ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അതുപയോഗിച്ച് പ്രാർത്ഥിക്കാനും പ്രചരിപ്പിക്കുവാനും ആവശ്യപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ജപമാല ഭക്തി പ്രചരിച്ചതോടെ പാഷണ്ഡത തകർന്നു. യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളും മാതാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ചിന്തോദ്ദീപകമായി കോർത്തിണക്കിക്കൊണ്ടുള്ള ഭക്തിമുറയാണ് ജപമാല. ലോകത്തെങ്ങും പ്രചരിച്ചിട്ടുള്ള ഈ ഭക്തി കേരള സഭയിൽ ഇന്ന് വളരെ സജീവമാണ്. എല്ലാ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ജപമാല ഒരു പ്രതിദിന ഭക്തകൃത്യമാണ്. യാത്രാവേളകളിൽ സംരക്ഷണത്തിന് സഹായിക്കുന്നതിനും വേണ്ടി ജപമാല ചൊല്ലുന്നവർ ഏറെയുണ്ട്. സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്നവരും ധാരാളമുണ്ട്. വിവാഹകർമ്മത്തിൽ ഔദ്യോഗികമായി വൈദികർ ജപമാല ആശീർവദിച്ച് ദമ്പതികൾക്ക് നൽകുന്നുണ്ട്. അന്ധരുടെയും അക്ഷരജ്ഞാനമില്ലാത്തവരുടെയും ജീവിക്കുന്ന ബൈബിളാണ് ജപമാല. ഇരുട്ടിലും ജപമാലയിലൂടെ നമുക്ക് ബൈബിൾ വായിക്കാം. ജപമാല മുടക്കം വരാതെ ഭക്തിപൂർവ്വം ചൊല്ലുവാൻ മാർപ്പാപ്പമാരും മെത്രാന്മാരും മറ്റും സഭാംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഈശോ, അങ്ങയുടെ രക്ഷാകര കർമ്മങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പങ്കുകാരാക്കിയ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കന്യകാമാതാവിനോട് സ്നേഹവും ബഹുമാനവും അനുസ്മരണവും പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങ് മരണം വരെ വർത്തിച്ചുവല്ലോ. ജപമാല രാജ്ഞി, അങ്ങയുടെ തിരുസുതൻ്റെ മാതൃകയനുസരിച്ച് ഞങ്ങളും അങ്ങയെ ബഹുമാനിച്ച് ആദരിക്കുന്നു. ജപമാല ഭക്തിയിൽ വളർന്നുകൊണ്ട് അങ്ങയെ അടുത്തനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുകൃത ജപം. മറിയമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.